പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഏത് വിഷയങ്ങൾക്കും പരിഹാരകൻ അത് യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ഏത് വിഷയത്തിനും പരിഹാരം ലഭിക്കുകയുള്ളൂ. വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗം. 2 പദങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പള്ളിപ്രമാണിയായ യായിറോസിനോട് യേശു കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശുദ്ധ വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള പദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. എല്ലാ ദിവസവും നാം ആ വാക്യം ശിരസാ വഹിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാനാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭയപ്പെടേണ്ട. ഇവിടെ പള്ളിപ്രമാണിയായ യായിറോസിനോട് യേശു ഈ പദം പറയുമ്പോൾ തൊട്ടടുത്ത മുൻപിലായി ഈ പള്ളിപ്രമാണിയായ യായിറോസിന്റെ കാതുകളിൽ കേട്ട ഒരു ദുരന്ത വാർത്തയുണ്ട്, ഒരു വേദനിപ്പിക്കുന്ന ന്യൂസ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, യായിറോസിന്റെ മകൾ രോഗം പിടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷെ കേട്ട ന്യൂസ് രോഗമല്ല ഇപ്പോൾ വിഷയം, അവൾ മരിച്ചുപോയി എന്നുള്ള വാക്ക് കേൾക്കുവാനിടയായി. ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ യേശു കർത്താവ് 3 തരത്തിലുള്ള ശുശ്രൂഷകളാണ് അവിടെ ചെയ്യുന്നത്. ഭൂതഗ്രസ്തന് സൗഖ്യം കൊടുക്കുന്നു. 2, 12 സംവത്സരമായ സഹോദരിയുടെ വിഷയത്തിന് വിടുതൽ കൊടുക്കുന്നു. 3-ാമത്തെ വിഷയമാണ് യായിറോസിന്റെ വിഷയം, മകളുടെ വിഷയം. അപ്പോൾ യേശു കേട്ട വാക്ക്, അതേപോലെ യായിറോസ് കേട്ട വാക്ക്, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി എന്ന വാക്കാണ് കേട്ടത്. പക്ഷെ യേശു ആ സമയത്ത് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മെ ഞെട്ടിക്കുന്ന, നമ്മെ വളരെ വേദനിപ്പിക്കുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ഒരുപക്ഷെ കേട്ടേക്കാം. പക്ഷെ അതിൻ്റെ നടുവിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനോട് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയുവാനിടയായി തീരും, ഞാൻ വിശ്വസിക്കും, യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഏത് വിഷയത്തിനും, മാനുഷിക നിലയിൽ പരിഹാരം കാണാൻ കഴിയാത്ത ഏത് വിഷയത്തിനും യേശുവിന് എനിക്ക് മറുപടി തരാൻ കഴിയും. അതെ, നമുക്ക് പരിഹാരമില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ ഒറ്റ സന്നിധി മാത്രമേ ഉള്ളൂ. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ ഉടമയായ യേശു കർത്താവിന് മാത്രമേ വിടുതൽ തരാൻ കഴിയൂ. യായിറോസ് യേശുവിനെ കാണാൻ പോകുമ്പോൾ അവന്റെ മകൾ മരിച്ചിട്ടില്ലായിരുന്നു. വല്ലാത്ത അവസ്ഥയിൽ നിന്ന് കണ്ടിട്ടാണ് യേശുവിനെ ഇതിനകത്തൊരു പരിഹാരം ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കി ഓടി യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഇന്നലെ പള്ളികളിൽ കൂടിയവരോട് യായിറോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, യേശുവിന്റെ പിന്നാലെ പോയാൽ നിങ്ങളെ പിടിച്ച് പള്ളി ഭ്രഷ്ടരാക്കുന്നു, ഞാൻ പള്ളിയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്തൊരു ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന്റെ പിറകെ യായിറോസ് ഓടുവാനിടയായിരുന്നു. മാനുഷികമായ ബുദ്ധി തോറ്റെടുത്ത് യേശുവിന്റെ മറുപടി ഉള്ളൂ എന്ന് മനസ്സിലാക്കി യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്ന പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ ചെന്ന് യേശുവിനോട് കാര്യം പറഞ്ഞു. യേശു യായിറോസിന്റെ കൂടെ യായിറോസിന്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. പോകുന്ന വേളയിലാണ് അല്പസമയം സ്പെൻഡ് ചെയ്യാൻ 12 വർഷക്കാരത്തിയായ സഹോദരി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുന്നു. ആ സമയം കൊണ്ട് യായിറോസിന്റെ വീടിനകത്ത് മരണം സംഭവിച്ചു. മരണമെന്ന് നാം പറഞ്ഞാൽ തിരിച്ചു കിട്ടാത്തത്. ദൈവത്തിന് ഇഷ്ടം. യായിറോസ് കേട്ട വാർത്തയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം, ഇനിയും ആ കുഞ്ഞിന്റെ ചിരി ആ വീട്ടിലില്ല, ഇനിയും ആ കുഞ്ഞിന്റെ കളി ആ വീട്ടിലില്ല, ഇനി ആ കുഞ്ഞിന്റെ ശബ്ദം ആ വീട്ടിലില്ല.
സകലതും അസ്തമിച്ചു, സകലതും അവിടെ കൊണ്ട് അവസാനിച്ചു. പക്ഷേ അതിനകത്ത് കർത്താവിനൊരു വാക്ക് പറയുന്നുണ്ട്. സകലവും അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത്, സകലവും അവസാനിച്ചെന്ന് ലോകം പറഞ്ഞെടുത്ത്, അവിടെ നിന്ന് പുതിയതൊന്ന് ആരംഭിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യായിറോസിന്റെ ചെവിയിൽ കേട്ടത്, ഇവിടെ സ്പെൻഡ് ചെയ്ത ടൈം കൊണ്ട് നിന്റെ വീടിനകത്ത് മരണം സംഭവിച്ചു, മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഒരു വലിയ ദുരന്ത വാർത്തയാ യായിറോസിന് ചെവിയിൽ കേട്ടത്. അതേപോലെ തന്നെ യേശു കേട്ടപ്പോൾ യായിറോസിനോട് പറയുന്ന പദമാണെന്ന് വായിച്ചു കേട്ടത്, യായിറോസേ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ യേശുവിനെ തേടിയാണോ ഇറങ്ങിത്തിരിച്ചത്? നീ യേശുവുമായിട്ട് പോകുന്ന വഴിയിലാണോ നിന്റെ വീടിനകത്ത് ദുരന്ത വാർത്ത കേൾപ്പിക്കുന്നത് സംഭവിച്ചത്? ഒരു കാര്യം ഉറപ്പിച്ചു, സർവശക്തനായ നാഥൻ നിന്റെ ഭവനത്തിലേക്ക് വരുന്ന വഴിയിൽ കേൾപ്പിക്കുന്ന ഏത് ദുരന്ത വാർത്തയാണെങ്കിലും അതിന് ഉടമസ്ഥത വഹിക്കാൻ കർത്താവിന് കഴിയും. ഏത് മരണവാർത്തയെയും, ഏത് ദുരന്ത വാർത്തയെയും, ഏത് ഞെട്ടിപ്പിക്കുന്ന വിഷയങ്ങളെയും കർത്താവ് അത്ഭുതകരമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഒറ്റ കാര്യം, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടരുത്. പ്രിയരെ, നമ്മെ നാളിതുവരെ കേൾപ്പിച്ച ദുരന്തത്തിന്റെ വാർത്ത, നാളിതുവരെ നമ്മെ വേദനിപ്പിച്ച ദുരന്തത്തിന്റെ വിഷയങ്ങൾ, നാളിതുവരെ നമ്മെ കരയിപ്പിച്ച വിഷയങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, യേശുവുമായിട്ട് ആ വിഷയത്തെ അപ്രോച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ, നിശ്ചയമായി നിങ്ങളുടെ ആ വിഷയത്തിന് നിങ്ങൾക്ക് മറുപടിയില്ലായിരിക്കാം, പക്ഷെ കർത്താവിന് നിങ്ങൾക്ക് മറുപടി തരാൻ കഴിയും. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ വചനം സ്വീകരിക്കുക. ഒന്ന്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടരുത്. കേൾപ്പിച്ച ഏത് വാർത്തയാണെങ്കിലും, ഞെട്ടിച്ച ഏത് സംഭവമാണെങ്കിലും, അങ്ങേ തളർത്തിക്കളഞ്ഞ ഏത് വിഷയമാണെങ്കിലും അങ്ങേ പുറത്തു കൊണ്ടുവരുവാൻ, സന്തോഷിപ്പിക്കുന്ന സുദിനം ഒരുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഒറ്റ കാര്യം, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ അടുക്കൽ വിഷയവുമായി ചെല്ലുക. കർത്താവ് നമ്മെ നടത്തും. കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടും. നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ വ്യക്തിപരമായ ലൈഫിനകത്ത്, ബിസിനസ് മേഖലകൾക്കകത്ത്, ശുശ്രൂഷ ലൈഫിനകത്ത്, സകല മേഖലകൾക്കകത്തും സർവശക്തനായ ദൈവത്തിന്റെ കരം ചലിക്കും. ഒറ്റ കാര്യം, വിശ്വസിക്കുക, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവ് ആ വിഷയത്തെ മറുപടി തരും. വിശ്വസിക്കാൻ പറഞ്ഞ യേശു കർത്താവ് യായിറോസുമായി യായിറോസിന്റെ വീട്ടിൽ ചെന്നു. യായിറോസിന്റെ വീട്ടിൽ ചെന്ന് യായിറോസിന്റെ റൂമിനകത്ത്, മകൾ മരിച്ചു കിടക്കുന്നത് മാനുഷിക രീതിയിൽ പറഞ്ഞ റൂമിനകത്ത്, പത്രോസും യാക്കോബും യോഹന്നാനും യേശുവും ഒരുമിച്ച് ആ റൂമിൽ കയറി. യേശു ആ കുഞ്ഞിനോട് എഴുന്നേറ്റ് വരാൻ കൽപ്പിച്ചു. മരിച്ചെന്ന് പറഞ്ഞതിനെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം തീർന്നുപോയെന്ന് പറഞ്ഞ, അവസാനിച്ചെന്ന് പറഞ്ഞ വിഷയത്തെ എഴുന്നേൽപ്പിച്ച് അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.